ചേട്ടാ ജോർജ് കുളങ്ങര സാറ് പ്ലാവിൻ തോട്ടത്തിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ജോർജ് കുളങ്ങര സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, ലേബർ ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. പിന്നെ നമ്മുടെ സഞ്ചാരമൊക്കെ ചെയ്യുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അച്ഛനാണ്. നല്ലൊരു കർഷകനാണ്. പ്രധാനമായിട്ടും പ്ലാവ് കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ. ജോർജ് സാർ നമസ്കാരം. നമസ്കാരം. സാറ് തോട്ടത്തിൽ തന്നെയുണ്ട് രാവിലെ. നമസ്കാരം. പിന്നെ തോട്ടം വിട്ടുള്ള പണിയില്ല. നമുക്കിപ്പോൾ ഒരു 6-7 ഇനം പ്ലാവുണ്ട്. സിന്ദൂർ വരിക്ക, ചെമ്പരത്തി വരിക്ക, മുട്ടം വരിക്ക, സീഡ്ലെസ്, ഗംലെസ്, ഇങ്ങനെയുള്ള പ്ലാവുകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പ്ലാവുകളൊക്കെ കായ്ക്കണമെങ്കിൽ ഒരു 5-6 വർഷം എടുക്കും. അതേസമയം വിയറ്റ്നാം സൂപ്പർ എയർലി ആണെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ട് കായ്ക്കും. 2 ചക്ക തിന്നേച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാം. ആക്ഷൻ. റെഡി? 1 2 3. അപ്പോൾ ഈ പ്ലാവിനെ ഞാൻ സ്നേഹിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിലാണ് ഇവൻ്റെ ഉത്ഭവം. അത് ഹാരപ്പ മൊഹൻജദാരോ കാലഘട്ടം മുതൽ പ്ലാവിനെ ആരാധിച്ചിരുന്നു. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, 12 മാസം ഇലയുണ്ട്. ഓക്സിജൻ, അബണ്ടൻ്റ് സപ്ലൈ ഓഫ് ഓക്സിജനാണ് നമ്പർ 1. രണ്ടാമത്, ഒന്നാന്തരം പോഷകാംശമുള്ള ആഹാരം. ഈ ചക്കയിൽ ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, പൊട്ടാഷ്യം, കാൽഷ്യം ഇതെല്ലാം വേണ്ട റേഷ്യോയിൽ അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒരു 100-150 ഗ്രാം ചക്കപ്പുഴുക്ക് കഴിക്കുക. ദ ബെസ്റ്റ്. വേണേൽ മത്തിച്ചാറ് ഒഴിച്ചോ, മീൻചാറ് ഒഴിച്ചോ, കോഴിച്ചാറ് ഒഴിച്ചോ, ഒഴിച്ചില്ലേലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും. നമുക്ക് ആദ്യമേ നമ്മുടെ പ്ലാത്തോട്ടം കാണാം. നമ്മൾ ഈ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തില്ലേ? അതാണ് ഇതിൻ്റെ മെഡിസിനൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയും. ചക്ക കൂടുതൽ വന്നാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാവിന് ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിനകത്ത് ഞെടുപ്പുകൾ കണ്ടില്ലേ, അതെല്ലാം കട്ട് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഉള്ള ചക്ക വളർന്ന് വലുതാകും. ഇത് ശരാശരി ഒരു 5 മുതൽ 10 വരെ കിലോ ആവറേജ് ഇതിന് തൂക്കം വരും. ഈ പരുവത്തിലുള്ള ഈ ചക്കയാണ് ഇടിഞ്ചക്കയായിട്ട് പറയുന്നത്. ഈ ചക്കയ്ക്ക് ലുലു മാളിലൊക്കെ വലിയ മാർക്കറ്റാണ്. ഇടിഞ്ചക്ക ഏറ്റവും കൂടുതൽ പോഷകാംശമുള്ള ഒരു ഭക്ഷണമാണ്. ഇവിടെ ഇടിഞ്ചക്ക ഇതിൻ്റെ പുറത്തെ മുള്ളൊക്കെ മുള്ളി ചെത്തി കളഞ്ഞിട്ട് പീസാക്കും. എന്നിട്ട് ഈ കപ്പ പുഴുകുന്ന പോലെ പുഴുങ്ങും. എൻ്റെ ഒരു ആഹാരമാണ്, 3 മണിക്ക് നേരത്തെ ആഹാരം. കറിയായിട്ട് വെക്കും, പിന്നെ തോരനായിട്ട് വെക്കും. ഇടിഞ്ചക്ക കൊണ്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം, സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് പൾപ്പാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇതാണ് ഗംലെസ് എന്ന് പറയും. ഈ ചക്കയ്ക്കകത്ത് പശയില്ല. പശയില്ല. അതിന് മുളഞ്ഞി എന്ന് പറയും. ഈ പ്ലാവിൻ്റെ പേരാണ് സീഡ്ലെസ്. ഇതിൻ്റെ ചക്കയ്ക്ക് കുരുവില്ല, മാറി കുത്തിയിരിക്കുന്നതാണല്ലോ. ഇതേതാണ്? അവൻ തന്നെ. ഇത് തന്നെ സൂപ്പർ ലെയർലി. 1.5 വർഷം ആകുമ്പോൾ കായ തുടങ്ങും. ഇപ്പോൾ 1 എക്സാമ്പിൾ, ഇപ്പോൾ 1 വർഷം കഷ്ടിയായുള്ളൂ. കണ്ടോ ചക്ക ഉണ്ടാകാനുള്ള, കണ്ടോ? ഇപ്പോൾ അടുത്ത സെപ്റ്റംബർ ആകുമ്പോൾ ഇതേ ചക്ക കഴിക്കും. നമ്മൾ ആദ്യം വിരിയുന്ന ചക്ക ഒരുവിധം സ്ട്രോങ് ആണെങ്കിൽ ഇത് ചെയ്യുക, അവനെ അങ്ങ് നിർത്തുക. അപ്പോൾ ഒരു 1.5 വർഷമാകുമ്പോഴും ഒറ്റ ചക്ക നിർത്തുക വിളയാനായിട്ട്. ബാക്കി വിരിയും. അതിനെല്ലാം ഇടിഞ്ചക്കയായിട്ട് പറിച്ച് കറി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ നിർത്തിയ ചക്ക സ്ട്രോങ് ആകും, വലുതാകും, പ്ലാവിന് കേടുമില്ല. ഇതിൽ ഈ വർഷം ഒരു 15-20 ചക്കയെങ്കിലും പറിച്ചു. ഇതൊരു 2.5 വർഷമല്ല. കണ്ടോ, ഇതാ വീട് കായ്ക്കുന്ന തുടങ്ങിയുണ്ടോ? ഇവൻ ഈ റൗണ്ട് കായ്ച്ചുകൊണ്ടിരിക്കും. ഒരു 15 ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ മിടുക്കനാകും. ഇതാ വീണ്ടും കായ്ക്കാൻ തുടങ്ങിയുണ്ടോ? സെക്കൻഡ് റൗണ്ട് കായ്ക്കുക. അതുകൊണ്ട് ഇത് പഠിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്ലാവിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്രീൻ വേൾഡ് ഫൗണ്ടേഷൻ ഓൾ ഓവർ ഇന്ത്യയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. സബ്സിഡി റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്രീൻ വേൾഡ് ഫൗണ്ടേഷൻ. അത് പരിസ്ഥിതി സംരക്ഷണമാണ്. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ സിലബസുകൂടെ കുട്ടികളെ പഠിപ്പിക്കുക. ആ ജീവിതത്തിൻ്റെ സിലബസാണ് ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ നടക്കുമ്പോൾ കാണുന്നത്. ഒത്തിരി സ്കൂളുകളിലൊക്കെ ഇപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ സ്കൂളിലെ കോളേജിൽ നിങ്ങളുടെ ചേർത്തല നിങ്ങളുടെ സ്കൂളിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തെ വർഷം 100 പ്ലാൻ തയ്യാണ് ഞാൻ സമ്മാനമായിട്ടാണ് തന്നത്. അതുപോലെ തന്നെ തേവര കോളേജിൽ കഴിഞ്ഞ വർഷം കൊടുത്തു. പിന്നെ സെൻറ്റ് തെരേസാസ് കോളേജിൽ പെൺപിള്ളേർക്കെല്ലാം പ്ലാവ് സമ്മാനമായിട്ട് കൊടുത്തു. സെൻറ്റ് ആൽബർട്ട്സിൽ കൊടുത്തു. പിന്നെ നിരവധി സ്കൂളുകളില്ല. എന്നുവെച്ചാൽ ഈ കൺസെപ്റ്റ് ആളുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു നല്ല പലഹാരം, നല്ലൊരു പുട്ടി ഉണ്ടാക്കിയിട്ട് അലമാരി വെച്ചാൽ അത് രുചിച്ചാലല്ലേ ആളുകൾക്ക് രുചി അനുഭവപ്പെടുള്ളൂ. ഇപ്പം മിനിസ്റ്റേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. ഗോവ രാജ്ഭവനിൽ കൊണ്ടുപോയി പ്ലാവ് വെച്ചിട്ടുണ്ട്. ശ്രീധരൻപള്ളി ഇക്കാര്യത്തിലൊക്കെ വലിയ ഉത്സാഹിയാണ്. കേരളത്തിലെ രാജ്ഭവനിൽ കൊണ്ടുപോയി പ്ലാവ് വെച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റി
വൈസ് ചാൻസലറും ഞാനും കൂടെ MG യൂണിവേഴ്സിറ്റി വെച്ച പ്ലാവ് ഇപ്പോൾ ഒരു 5 അടി ഹൈറ്റായി. ആ പുല്ല്, പ്ലാവ്, ഇല എല്ലാം കൂടെ നോക്കിയേ, എത്രയോ അതിമനോഹരമായ ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ മെഷീൻ കൊണ്ടുവന്നിട്ട് ഈ പുല്ലങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ, നല്ല എന്താ പറയുക, ഒരു റിസോർട്ട് സ്റ്റൈലല്ലേ, ഒരു മിനി റിസോർട്ട്. അപ്പോൾ ഇതൊരു പാഷനായിട്ട് മാറണം കൃഷി എന്ന് പറയുന്നത്. ആ പ്ലാവ് എന്താണെന്നറിയോ? അത് സിന്ദൂർ വരിക്ക, ഇത് മുട്ടം വരിക്ക. നമ്മളിങ്ങനെ ചാണകപ്പൊടി ഇടുന്നത്, രാസവളം കണ്ടോ, ഇതിനാണ് മുട്ടം വരിക്ക. ഇതൊരു 4 കൊല്ലം കഴിയും കായ്ക്കണമെങ്കിൽ. ഇതാ ഒരു കുഞ്ഞിയ ചക്ക ചൂട്ടി ചായ ഇടുന്നുണ്ട്. എന്താ പറിക്കാനുള്ള ആ, ഇപ്പോൾ അടുത്ത വർഷം മുതൽ ഇതിലെ കൂടുതൽ കായ്ക്കാൻ തുടങ്ങും. അതെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോടെ ഇറങ്ങി നടന്നപ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് എനർജിയാണ്. ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇത് തന്നെയായിരിക്കും. വലിയ ആരോഗ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ തൈ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 അടി കുഴി എടുക്കുക. ആ 1.5 അടിയുടെ കുഴിയിൽ മണ്ണ് ഒരു വശത്ത് മാത്രം കൂട്ടി വെക്കുക. ആ മണ്ണിൽ 5 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പും പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക് ഈ മണ്ണിലോട്ടിട്ട് പുട്ടും പഴവും പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ആ മണ്ണ് കുഴിയിലിട്ട് മൂടുക, അടിവളമായി. അതിനുശേഷം കപ്പയുടൽ പോലെ ഒരു ഉടലെടുക്കണം. അത് 1 മീറ്റർ വ്യാസം ഉണ്ടാവണം. ആ ഉടലിൻ്റെ മുകളിൽ അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ തലയുടെ ടോപ്പ് പോലെ ഇരിക്കും. ഇവിടെ ഒരു കുഞ്ഞു കുഴി എടുക്കുക, ഈ പ്ലാസ്റ്റിക് കൂടെ ഇറങ്ങിയിരിക്കാൻ മാത്രം. അതിലേക്ക് ഒരു വളകം ചാണകപ്പൊടി കൂടി ഇടുക. ബ്ലേഡ് കൊണ്ട് 2 സൈഡ് മുകളിൽ നിന്ന് താഴോട്ട് വരയുക. എന്നിട്ട് ചേർത്ത് വെച്ചിട്ട് ഇവനെ ഇട്ട് എടുത്തിട്ട് ആ പ്ലാസ്റ്റിക് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞുവാവ എടുത്ത് വെക്കുന്ന പോലെ സോഫ്റ്റായിട്ട് എടുത്ത് ഈ കുഴിയിലോട്ട് വെക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് മണ്ണിടുക. ആ മണ്ണിട്ടിട്ട് അതിൽ നിന്ന് 2 ഇഞ്ച് ഉയർന്ന് നിൽക്കണം ബഡ് സന്ധി. പിന്നെ ചപ്പി ചവറൊന്നും ചുവട് ചേർത്ത് ഇടരുത്, വളവും ചുവട് ചേർത്തിടരുത്, അവിടെ ഫംഗസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുവട്ടിൽ നിന്ന് ഇത് ഇങ്ങനെ വട്ടത്തിൽ ചുവട് നല്ല ക്ലീൻ ആയിരിക്കണം അല്ലേ? നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ക്ലീനിങ് മതി. അത് ഇപ്പോൾ അതിൻ്റെ ചുവട് കണ്ടില്ലേ, ഭയങ്കര ക്ലീൻ അല്ല, നാച്ചുറൽ ക്ലീനിങ്. ചക്ക കട്ട് ചെയ്യാൻ പോവുക. നൗഷാദെ ഇങ്ങനെ പിടിച്ചേ, നമ്മൾ ഒരു ഇടിഞ്ചക്ക കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ വാടാ. ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര രസം. ഒരു ദിവസത്തെ കറിക്കുള്ളതായി. ഒരു ദിവസം കറിക്കുള്ള. ഇതിൻ്റെ പ്ലാവിൻ്റെ സ്പേസിങ് എങ്ങനെയാണ്? 10 അടി, അതായത് 3 മീറ്റർ 3 മീറ്റർ. ലോകത്തിലെ ഭക്ഷ്യക്ഷാമത്തിൻ്റെ നല്ലൊരു ശതമാനം ഈ പ്ലാവ് കൃഷിയിലൂടെ പരിഹരിക്കാൻ സാധിക്കും. 250-ലധികം ചക്ക കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാം. നമ്മളിപ്പം മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഏതാണ്ട് 400ഓളം കർഷകരുണ്ട്. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണന കേന്ദ്രം. ഇനിയിപ്പം ഇതിൻ്റെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഫാക്ടറി തുടങ്ങാനുള്ള പദ്ധതിയാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. ഗ്രാമീണ സൂപ്പർ മാർക്കറ്റാണ്. അത് തന്നെ. ചക്ക ഉൽപ്പന്നങ്ങളുടെ ഒരു വിഭാഗമാണ് ഇവിടെ. നമ്മുടെ കമ്പനിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഉണക്കച്ചക്ക. അതായത് പച്ചച്ചക്ക ഡ്രയറിൽ ഉണങ്ങി പാക്ക് ചെയ്തിരിക്കുക. ഇത് 4 പേർക്ക് ഭക്ഷിക്കാനുള്ള ചക്ക ഈ ഒരു പാക്കറ്റിലുണ്ട്. ഇത് പാകം ചെയ്യുന്നതിന് മുമ്പ് 2 മണിക്കൂർ നേരം വെള്ളത്തിലിടണം. അപ്പോൾ ഇത് വീർത്ത് വരും, പഴയ ചക്ക പോലെയാകും. അപ്പോൾ ഈ പാക്കറ്റ് ഇപ്പോൾ കാനഡയിലേക്ക്, അമേരിക്ക, ന്യൂയോർക്കിലേക്ക്, സൗദി അറേബ്യ, ലണ്ടൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ബോംബെ, ഡൽഹി, ചെന്നൈ, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുമെല്ലാം ഇത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് വറുത്ത ചക്കയാണ്. ഇത് ചക്കപ്പഴം വാക്വം ഫ്രൈ ചെയ്ത പാക്കറ്റിലാണ്. ചക്ക കൊണ്ടുള്ള അവലോസ് പൊടി കേട്ടോ, വേറൊരു ഡൈമെൻഷനിലേക്ക് എത്തിക്കഴിയുക. ഇതാ ചക്കമിഠായി. ഇതാണ് സാക്ഷാൽ പോത്തിറച്ചി, ഇടിയിറച്ചി അല്ലേ? ഇടിയിറച്ചി. ഇതാണ് ചക്ക ജാമ്. ഇപ്പം മില്ലറ്റ് ഐറ്റംസാണ്. മില്ലറ്റ് റൈസ്, മില്ലറ്റ് അരിയ്, മില്ലറ്റ് നൂഡിൽസ്. ഇതാണ് മാങ്ങാത്തെര. പണ്ടൊക്കെ വീടുകളിലൊക്കെ ഈ ഹൈ റേഞ്ച് പ്രദേശത്തൊക്കെ പനമ്പയിലൊക്കെ ഇട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ കർഷകരുടെ കമ്പനിയാണിത്, ജോർജ് കുളങ്ങര സാറിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ വിപണി ഉണ്ടെങ്കിൽ ഉൽപ്പാദനം തനിയെ നടന്നോളൂ എന്നുള്ളൊരു സത്യവും ഇതിന് പിന്നിലുണ്ട്. മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വക ഡ്രോണാണ് ഇത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ ഡ്രോൺ ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ഈ ഡ്രോണ് ഗരുഡ കമ്പനിക്കാർ ഇറക്കിയിരിക്കുന്നതാണ്. ഇത് നമ്മുടെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നെല്ലിന് വളം നാനോ യൂറിയ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡും സ്പ്രേ ചെയ്യാൻ കഴിയും.
നെല്ലിന് മാത്രമല്ല, പൈനാപ്പിൾ തോട്ടങ്ങളിൽ അതുപോലെ തന്നെ ഏലത്തോട്ടങ്ങളിൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു 8 മിനിറ്റ് കൊണ്ട് ഒരു ഏക്കർ അടിച്ചു തീർക്കാവുന്നതാണ്. 10 ലിറ്ററാണ് ഇതിൻ്റെ മരുന്നിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 മിനിറ്റാണ്. അപ്പോൾ ഒരു ബാറ്ററി ചാർജ് ചെയ്യാണ്ട് 25 മിനിറ്റ് മതി. 15 മീറ്റർ വരെ ഇതിന് ഹൈറ്റിൽ പൊങ്ങി പോകാൻ പറ്റും. അതുപോലെ 1/2 കിലോമീറ്റർ വരെ നമുക്കിതിനെ റേഞ്ചിൽ നിർത്തിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. വിയറ്റ്നാം സൂപ്പർ എർലി ബഡ് പ്ലാവ്. ഇതിപ്പോൾ ശരാശരി ഒരു 2-2.5 അടി ഹൈറ്റ് വരും ഇതിന്. ഇത് 200-250 രൂപ നഴ്സറിയിലെ വിലയാണ്. പക്ഷേ ഇവിടെ കൊടുക്കുന്നത് 100 രൂപയാണ്. ഇത് അതിൻ്റെ ജൂനിയറാണ്. ഇത് ശരാശരി ഒരു 125-150 രൂപ ആവറേജ് വില നഴ്സറിക്ക് കിട്ടും. ഇത് 70 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ജോർജ് കുളങ്ങര സാറ് ഒരേ പ്ലാവിൻ തൈ തരാമെന്ന് തന്നിട്ടുണ്ട്. വീട്ടിൽ പോയി ഏതായാലും പ്ലാവിൻ തൈ നട്ടിട്ട് തന്നെ കാര്യമോ. ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഉമ്മ കൊടുക്കാൻ മറക്കരുത്. പ്ലാവിനെ പ്രണയിക്കുക, അപ്പോൾ ഇവിടെ നന്നായിട്ട് പ്രസവിക്കും. ഇതൊക്കെയാണ് കുളങ്ങര വീട്ടിലെ പ്ലാവ് കൃഷി വിശേഷങ്ങൾ. ഏതായാലും 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ചക്ക കഴിക്കാവുന്ന പ്രതീക്ഷയോടെ ബൈ.